രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ മാത്രമായിരിക്കില്ല അമേഠിയിലും മത്സരിക്കുമെന്നുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർന്നിരുന്നെങ്കിലും അതിൽ തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്നൊരു നിലപാട് കോൺഗ്രസ് എടുത്തു എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടാണത് എന്ന ചോദ്യം ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. ദീർഘകാലം ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായിരുന്ന അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ നിരാശരാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇരു മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകരും വോട്ട് ചോദിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അമേഠിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പ്രചാരണം തുടങ്ങി. റായ്ബറേലിയിൽ ബി.ജെ.പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠി 1977 ശേഷമുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രതീകം. ഗാന്ധി കുടുംബത്തോടൊപ്പം ചേർത്തുവയ്ക്കപ്പെട്ട ഉത്തർപ്രദേശിലെ ചെറുനഗരം. കോൺഗ്രസിന്റെ ശരീരവും ആത്മാവുമായിരുന്ന സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെടുന്നത് അമേഠിയിൽ MP ആയിരിക്കെ. അമേഠി ഗാന്ധി കുടുംബത്തിന്റെ വൈകാരിക മണ്ഡലം കൂടിയാണ്. 1999 സോണിയാഗാന്ധിയുടെ പാർലമെന്ററി പ്രവേശനം അമേഠിയിലൂടെയായിരുന്നു. 2004 രാഹുൽ ഗാന്ധിയെ ഗോദയിലിറക്കാൻ സോണിയാഗാന്ധി കണ്ടുവച്ചതും അമേഠി. 2009 2014 വിജയക്കൊടി പാറിച്ചു രാഹുൽ. 2019 42 വർഷത്തെ ചരിത്രം തിരുത്തി കോൺഗ്രസിന്റെ കപ്പിത്താനായ രാഹുൽ പരാജയം രുചിച്ചു. അമ്മയെപ്പോലെ കോൺഗ്രസിനെ കാത്ത മണ്ഡലമാണെങ്കിലും ഇന്ന് അതികഠിനമാണ് അമേഠിയിലെ പോരാട്ടം. 5 വർഷം മുൻപ് അമ്മ വീട് വിട്ടിറങ്ങിയ മകൻ രാഹുൽ ഗാന്ധി തിരികെ എത്തുന്നതും കാത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഓർമ്മകളിലിരുന്ന് രാജീവ് ഗാന്ധി ഇന്നും കോൺഗ്രസിനായി നിശബ്ദം വോട്ട് പിടിക്കുന്നുണ്ട് അമേഠിയിൽ. തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ എന്നും രാജീവുമുണ്ട്. ഒപ്പം രാജീവിൻ്റെതായി ഒരു വാചകവും: എന്റെ കുടുംബം നിങ്ങളുടേതുമാണ്. രാഹുലിനെ കോൺഗ്രസ് മടയിൽ പൂട്ടിയ സ്മൃതി ഇറാനി തന്നെയാണ് ഇക്കുറിയും അമേഠിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ബി.ജെ.പിയുടെ ജയൻ കില്ലർ. വോട്ടർമാർക്ക് അമേഠിയുടെ ദീദിയാണ്. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്മൃതി. കൂട്ടായി ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനവും. ഗൗരിഗഞ്ച് സുൽത്താൻപൂർ റോഡിൽ വീട് വെച്ച് അമേഠിക്കാരിയായി എതിരാളികളെയും കാത്തിരിപ്പാണ് സ്മൃതി. ബി.ജെ.പി. പോസ്റ്ററുകളിൽ 3 മുഖങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്: ശ്രീരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിറ്റിംഗ് MP സ്മൃതി. രാഷ്ട്രീയമാണ് ശ്രീരാമനിലൂടെ പാർട്ടി പറയുന്നത്. മോദിയുടെ ചിരിക്കുന്ന മുഖം വികസനം, ക്ഷേമം എന്നിവയുടെ പ്രതീകം. വിജയം ആവർത്തിക്കാൻ സ്മൃതി ഇറാനി പരീക്ഷിക്കുന്ന ഫോർമുല ഇതാണ് ഇക്കുറി. ബി.ജെ.പിയുടെ സ്വാധീന വലയത്തിലുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ സംഘടനാ തലത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും കരുത്തുള്ള തുരുത്തുകളിലൊന്നാണ് അമേഠി. രാഹുൽ വരുന്നതും കാത്തു കഴിയുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്ത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെയാണ് റായ്ബറേലി. ഇരുവശത്തും ഗോതമ്പും കടുകും വിളയുന്ന പാടങ്ങൾ പിന്നിട്ടാൽ ഗ്രാമത്തിന്റെ കൗമാരത്തിനും നഗരത്തിന്റെ യൗവനത്തിനുമിടയിൽ നിൽക്കുന്ന ടൗൺഷിപ്പ്. 1967 മുതൽ 77 വരെ 2 തവണകളിലായി 10 വർഷം ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചതോടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമെന്ന VIP പരിവേഷം റായ്ബറേലിയുടെ വിലാസം മാറ്റിയെഴുതി. എന്നാൽ 1977 1996 1998 മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടു. 2004 മുതൽ സോണിയാഗാന്ധിയാണ് റായ്ബറേലിയുടെ പ്രതിനിധി. ഇക്കുറി സോണിയാഗാന്ധി റായ്ബറേലിയുടെ മത്സരരംഗത്തില്ല. മത്സരക്കളത്തിൽ പ്രിയങ്ക എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഗാന്ധി കുടുംബത്തിൽ പ്രിയങ്കയോടാണ് റായ്ബറേലിക്കാർക്ക് കൂടുതൽ പ്രിയം. മെയ് 20 റായ്ബറേലിയിലെ വിധിയെഴുത്ത്. കോൺഗ്രസും ബി.ജെ.പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ആരാദ്യം പറയുമെന്ന മട്ടാണ്. സമീപകാലത്തായി ഓരോ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചു വരുന്നതാണ് രാഷ്ട്രീയ കണക്ക്. 2014 നിന്ന് 2019 എത്തിയപ്പോൾ 20% വോട്ട് കൂടി. അമേഠി മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വദ്രയുടെ വാക്കുകൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. റായ്ബറേലിയോട് 77 വയസ്സിൽ യാത്ര പറയുകയാണ് സോണിയ. രാഷ്ട്രീയ ജീവിതത്തിലെ വിശ്രമവേളയായേക്കും രാജ്യസഭാ അംഗത്വം. പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ച നേതാവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം കൂടി അവസാനിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഇനി വരുന്നത് മകൾ പ്രിയങ്ക ഗാന്ധിയാകുമോ?
ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ച ചരിത്രം വിസ്മൃതിയിലാക്കുമോ അമേഠി എന്നതാണ് സസ്പെൻസ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.